നാഷണൽ ഹൈവേ ആക്ഷൻ കൗൺസിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. പുത്തൻതെരുവ് ജംഗ്ഷനിൽ അടിപ്പാത ഉടൻ യാഥാർത്ഥ്യമാക്കുക ആവശ്യം ഉന്നയിച്ചായിരുന്നു സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത്. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പുത്തൻതെരുവ് ജംഗ്ഷനിൽ അടിപ്പാത ഉടൻ യാഥാർത്ഥ്യമാക്കുക എന്ന ആവശ്യമുന്നയിച്ചാണ് നാഷണൽ ഹൈവേ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പുത്തൻതെരുവിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത്. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വികസനം ആവശ്യമാണ്. ആവശ്യകത ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സർക്കാർ കൊടുത്ത ഗവൺമെന്റിനും അറിയാം, സർക്കാരിനെ സംബന്ധിച്ച് ഇതെല്ലാം സർക്കാർ ഭൂമിയാണ്. നമ്മുടെ ഭൂമികളുടെ എല്ലാം അവകാശം നമ്മൾ നടത്തിപ്പുകാർ, സൂക്ഷിപ്പുകാർ മാത്രമാണ്. ആ സൂക്ഷിക്കുന്നതിനാണ് സർക്കാരിന് അങ്ങോട്ടാണ് നമ്മൾ കരം കൊടുക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ സ്ഥലങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ഉള്ള അധികാരം ഉണ്ട്. പക്ഷേ ആ ഗവൺമെന്റ് പോലും ദേശീയപാതയുടെ സ്ഥലങ്ങളും എടുത്തപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ വില കൊടുത്താണ് എടുത്തത്. നാഷണൽ ഹൈവേ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ നാസർ കാട്ടുപുറം അധ്യക്ഷത വഹിച്ചു. എല്ലാ മേഖലയിലുള്ളവരെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായ തരത്തിലുള്ള പരിശ്രമം നടത്താൻ കഴിഞ്ഞില്ല. കാരണം എന്താ, നമ്മുടെ ആവശ്യം നമ്മൾ പറയുന്നതിന് മുൻപ് തന്നെ അനുവദിച്ചു കഴിഞ്ഞു. പിന്നെ എങ്ങനെ ഇത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് സംശയം. ജനറൽ കൺവീനർ TH ഷമീർ തോട്ടത്തിന്റെ തെക്കതിൽ സ്വാഗതം പറഞ്ഞു. രക്ഷാധികാരി അഡ്വക്കേറ്റ് KP മുഹമ്മദ്, അഡ്വക്കേറ്റ് M ഇബ്രാഹിംകുട്ടി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ശക്തികുളങ്ങര ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രബാബു, പുത്തൻതെരുവ് ജമാഅത്ത് ജനറൽ സെക്രട്ടറി നിസാർ കാഞ്ഞിക്കൽ എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു. ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് BS വിനോദ്, CPM പ്രതിനിധി B കൃഷ്ണകുമാർ, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ MA സലാം, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശരവണൻ, SDPI ജില്ലാ കമ്മിറ്റി അംഗം നാസർ കുരുടന്തയം, നാഷണൽ ഹൈവേ ആക്ഷൻ കൗൺസിൽ കൺവീനർ സുധീർ കാട്ടിൽത്തറയിൽ, കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യൂസഫ് കുഞ്ഞ്, അഷ്റഫ് പോളയിൽ, സൈബ റഷീദ്, ഇർഷാദ് ബഷീർ, ആദിനാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM നൌഷാദ്, നാഷണൽ ഹൈവേ ആക്ഷൻ കൗൺസിൽ കൺവീനർ ഇല്യാസ് പോളയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.